ഈ റിസോർട്ടിൽ കോട്ടേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, നല്ല കിടുക്കുന്ന ഒരു ഫ്രെയിമിലാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പൂള്, റെസ്റ്റോറൻറ്റ്, ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിപ്പോൾ ഉള്ളത് താഴ്വാരം റിസോർട്ട് ഹോംസിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട്, സിംഗിൾ റൂമായിട്ടും ഡബിൾ റൂമായിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി പൂളാണ്. അപ്പോൾ ആ ഇൻഫിനിറ്റി പൂളും അതുപോലെ ഇവിടുത്തെ റൂമിൻ്റെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നൊന്ന് കണ്ടുപോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റി പൂള്. അതായത് പ്രകൃതിയിലേക്ക് ലയിച്ച് നിൽക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂള്. ഫോട്ടോയൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയൊരു വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ക്യാമറ പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നത് കുറേ മലനിരകളുടെ ഒരു താഴ്വാരമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം താഴ്വാരം റിസോർട്ട് എന്ന് ഈ റിസോർട്ടിന് പേരിട്ടതും അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച ഇതുപോലെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ മാറിമറിയാം. കോട ഇറങ്ങാം, മേഘങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരാം. അങ്ങനെ ഓരോ സമയത്തും ഈ താഴ്വാരം ഈ വ്യൂവിലേക്ക് നോക്കുമ്പോൾ, മൗണ്ടൻ വ്യൂവിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. ഒരു മലയുടെ ഒരു ചരിഞ്ഞ പ്രതലത്തിലാണ് ഈ റിസോർട്ടുകളും കോട്ടേജുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം നമുക്കിനി നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ഡ്രോൺ ഒന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ആ മലയുടെ ചരിവിൽ താഴ്ചയിലേക്ക് കോടമഞ്ഞ് ഇറങ്ങി വരുന്നൊരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. കോട കൊണ്ട് മൂടിയെന്ന് തന്നെ പറയാം. നമ്മുടെ ഡ്രോൺ ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും കോട വന്ന് മൂടിയൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ താഴ്വാരം റിസോർട്ടിൽ 6 ഡബിൾ ബെഡ്റൂം കോട്ടേജുകളും 11 സിംഗിൾ ബെഡ്റൂം കോട്ടേജുകളാണ് വരുന്നത്. അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ കോട്ടേജ് ടൈപ്പ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരിക്കും. അത്തരത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൗണ്ടൻ ആൻഡ് വാലി വ്യൂ ഉണ്ട്, പൂൾ അവൈലബിൾ ആണ്, റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഉണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കിടുക്കം പ്രോപ്പർട്ടിയാണ്. നല്ല സ്പേഷ്യസ് ആണ് റൂമുകളും കാര്യങ്ങളും എല്ലാം. നമ്മളിവിടുത്തെ സിംഗിൾ ബെഡ്റൂമും ഡബിൾ ബെഡ്റൂം കോട്ടേജുകളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്മുടെ മൗണ്ടൻ വ്യൂവിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും അവരോട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കാം. ഇനി ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ നമുക്ക് കാണാനുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളും സംഭവങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. ഈ കാണുന്നത് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പൂള് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകുന്നേരം സമയത്ത് എല്ലാവരും വന്ന് കയറിയ ഗസ്റ്റുകൾ എല്ലാവരും പൂളിൽ കിടന്ന് അർമാദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഏതായാലും ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് പൂളിൽ ചാടാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൗണ്ടൻ വ്യൂവിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുത്തെ കോട്ടേജുകളുടെ റേറ്റ് വരുന്നത് സിംഗിൾ ബെഡ്റൂം കോട്ടേജിന് 2 പേർക്ക് 4500 രൂപ പ്ലസ് GST ആണ്. അത് 3 പേർക്ക് വരെ നമുക്ക് അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സ്ട്രാ ബെഡ് എടുക്കേണ്ടി വരും കേട്ടോ. എക്സ്ട്രാ ബെഡിന് 750 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇനി ഡബിൾ ബെഡ്റൂം കോട്ടേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4 പേർക്ക് 7000 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അതിൽ 2 പേരെ കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് 6 പേര് വരെ ആ ഒരു പ്രോപ്പർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ബെഡ് ഏകദേശം ഒരു 2 ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാഞ്ചാലിമേടാണ്. പാഞ്ചാലിമേട് വ്യൂ പോയിന്റ് പലർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. അതിനോട് ചേർന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്ത സിംഗിൾ ബെഡ്റൂം കോട്ടേജ് ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കാണിച്ചു തരാം. കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സിങ്ക്, വാഷിംഗ് ബേസിൻ, അത്യാവശ്യം ഒരു കിച്ചൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇരിക്കാൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസ്, ഒരു ഹോൾ പോലെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. TV സംഭവങ്ങളും ഫോണും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ AC റൂമിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ അങ്ങനെയാണ്. ഈ കാണുന്നതാണ് ബെഡ്റൂം. ഒരു അത്യാവശ്യം വലിയൊരു ഡബിൾ ബെഡ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയ ബെഡ്റൂം തന്നെയാണ്. പ്ലഗ് പോയിന്റ്സും കാര്യങ്ങളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ റൂമിലും ആവശ്യമായിട്ടുള്ള കെറ്റിലും സംഭവങ്ങളും അതിനോട് വേണ്ട അനുബന്ധ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ബാത്റൂം വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ ഒരു കർട്ടൺ ബേസിൽ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ബേസിനും കാര്യങ്ങളും ഫെസിലിറ്റിയും ഹോട്ട് വാട്ടർ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അപ്പോഴേക്കും നമ്മുടെ വൈഫും പിള്ളേരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. കാര്യം കുട്ടികളായിട്ട് വരുന്നവർക്ക് സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും പല പ്രോപ്പർട്ടി നോക്കുമ്പോഴും തോന്നുന്നൊരു സംശയമാണ്. അപ്പോൾ നമ്മുടെ ഏതിലും മിസ്റ്ററൊക്കെ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ഏതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി കാണിച്ചു തരാം. ഏതൊരു സ്വയം ഇറങ്ങണതാണ് ആ ഒരു ഹൈറ്റേ വെള്ളത്തിന് വരുന്നുള്ളൂ. അത് കിഡ്സിൻ്റെ പൂൾ ഏരിയ വരുന്നത് ഈ ഒരു ഹൈറ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാലും ഒരു കുട്ടി വെള്ളത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു വലിയ പൂളിന് ഒരു ചരിഞ്ഞ പ്രതലമാണ്. അപ്പോൾ നമ്മൾ രാത്രിത്തെ ഡിന്നർ എത്തിയിട്ടുണ്ട്. ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്തതാണ്. മെനു അവിടെ ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഗാർലിക് ചിക്കൻ, ചപ്പാത്തി, പനീറൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇൻഡോർ ഗെയിം ഏരിയയിൽ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ട് ടേബിൾ ടെന്നീസും അതുപോലെ ടേബിൾ സോക്കറും
ക്യാരംസ് ഒക്കെ കളിക്കുന്നുണ്ട്. വീണ്ടും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് രാത്രിത്തെ വൈബിൽ നമ്മുടെ താഴ്വാരം റിസോർട്ടിൻ്റെ എൻട്രൻസ് കേട്ടോ. നല്ല കളർഫുള്ളാണ്. അവിടെ നിന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 8:30 മണിക്ക് എടുക്കുന്ന ഒരു ഷോട്ടാണിത്. വെളുപ്പാങ്കാലത്തൊന്നുമല്ല, 8:30 മണിക്ക് ഇത്രയും കോട അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഡ്രോൺ ഷോട്ട് എടുത്താണ്. കോട ഇറങ്ങി വരുന്നത് കാണുന്നുണ്ടോ? രാവിലത്തെ ഒരു വൈബാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വൈബ് എൻജോയ് ചെയ്തുകൊണ്ട് ഒരുമാതിരി എല്ലാ കോട്ടേജിലുള്ള ആൾക്കാർ ഫോട്ടോ സെക്ഷനുകളും വീഡിയോ സെക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ആളുകൾ ഫോട്ടോ എടുക്കുന്നത്. റിസോർട്ടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊരു കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രോൺ വരുന്നത് കണ്ടിട്ട് ചിലവർ നമുക്കൊരു ഹായ് ഒക്കെ തന്ന് പോകുന്നുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ചില കോട്ടേജുകളുടെ ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസ് ആണെങ്കിൽ ചില കോട്ടേജുകളുടെ ഫ്രണ്ടിൽ നിറച്ചും മരങ്ങളും, അതായത് നമ്മുടെ പേര അങ്ങനത്തെ തുടങ്ങി നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റിയ ഒരുപാട് മരങ്ങളും ചെടികളും എല്ലാം അവിടെ കണ്ടു. നല്ല കളർഫുള്ളായിട്ട് ഗ്രീനറി ആയിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ പല വൈബ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാഗമൺ, മൂന്നാർ ഒക്കെ പോയി കണ്ട് മടുത്ത് സ്റ്റേ ചെയ്ത് മടുത്തവർക്കൊക്കെ എന്തുകൊണ്ടും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള, അതായത് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ആണ്. ആ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടുക്കുന്നൊരു പ്രോപ്പർട്ടിയാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. കാര്യം ഒരുമാതിരി പ്രോപ്പർട്ടികളെല്ലാം ചിലപ്പോൾ മിക്കവാറും സമയങ്ങളിൽ ബുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഡബിൾ ബെഡ്റൂം കോട്ടേജ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ടുകളെല്ലാം സാധാരണ സമയത്തുള്ള എമൗണ്ടാണ്. സീസൺ ടൈമുകളിലും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ബെഡ്റൂമിലൊക്കെ ആദ്യം കയറി വരുമ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയൊരു ഹോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമിലേക്ക് ഒന്ന് കയറാം. അതും നമ്മൾ നേരത്തെ കാണിച്ച അതുപോലെ തന്നെ ഡബിൾ ബെഡാണ്. അതുപോലെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഈ 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഫാമിലിയായിട്ട് താമസിച്ചാൽ പോലും പ്രൈവസിയുടെ ഒരു വിഷയം അവിടെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. ഇതാണ് അത് അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ്. വെറ്റും ഡ്രൈ പാർട്ടീഷൻ അവിടെ കർട്ടൺ ബേസിൽ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ബേസിൻ, ഹോട്ട് വാട്ടർ, എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് മുമ്പ് സൂചിപ്പിച്ച ഡൈനിങ് ഏരിയ, ഒരു 4 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കിച്ചൺ ഏരിയ, സിങ്ക്, അതുപോലെ തന്നെ വാഷിംഗ് ബേസിൻ, എല്ലാ ഫെസിലിറ്റിയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇതിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാര്യം ഒരു സൈഡിലെ വിൻഡോ ഈ പറഞ്ഞ പോലെ ആ ഓപ്പൺ സ്പേസിൽ ആ വ്യൂ പോയിന്റിലേക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് പകൽ സമയത്ത് നല്ല വെട്ടാണ്. അതുപോലെ നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് ഇതിനകത്ത് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത് ഇതാണ്. എല്ലാ ബെഡ്റൂമിലും വരുന്ന ബാത്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുപോലെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി എല്ലാ ബാത്റൂമിലും ഉണ്ട്. അതുപോലെ വാഷിംഗ് ബേസിന് എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ട് പക്കയുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടേജിൻ്റെ അകത്തൊന്ന് ഡ്രോൺ പറപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാര്യം ഈ കോട്ടേജിൽ നിന്ന് ഡ്രോൺ പറപ്പിച്ച് പുറത്തേക്ക് വിട്ടാൽ എടുക്കാൻ വ്യൂ ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ കോട്ടേജ് നിൽക്കുന്നത് എല്ലാ കോട്ടേജുകളുടെയും മുകളിലായിട്ടാണ്. ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന കോട്ടേജാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡ്രോൺ പറപ്പിച്ച് പുറത്തേക്ക് വിടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ഡ്രോണിൻ്റെ ഷോട്ട് എടുത്തത് എന്തുകൊണ്ടും അടിപൊളിയായെന്ന് തന്നെ പറയണം. കാര്യം പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ അവിടെ നിന്ന് കിട്ടും. കോട പോകുന്നതും പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ ഈ 17 കോട്ടേജുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ കാറുകളൊക്കെ ഈ വഴിയോട് ചേർന്ന് തന്നെ ഈ കോട്ടേജിനകത്ത് തന്നെയാണ് എല്ലാ വണ്ടികളും, ട്രാവലർ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എന്തുകൊണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ഔട്ട് ചെയ്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴുള്ള നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ ഒരു കാഴ്ച അതിങ്ങനെ ഇരിക്കും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 8:45, 9 മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്തുള്ള കോടയാണ്. ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, നമ്മുടെ പൂളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ മേഘവും കോടയും എല്ലാം കൂടി വന്ന് താഴ്വാരത്ത് വന്ന് ചേർന്നിരിക്കണ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് അടുത്താണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയതാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ നമ്മൾ പോയ ദിവസം ഉണ്ടായത് പുട്ട്, പൂരി, ഗ്രീൻ പീസ്, കടലക്കറി, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയത്, അങ്ങനെ ചായ, കാപ്പി, അങ്ങനെ എന്തുകൊണ്ടും കിടുക്കനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് ടേസ്റ്റ് വൈസ് ആയിക്കോട്ടെ, ക്വാളിറ്റി എല്ലാം കൊണ്ടും നല്ല കിടുക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടെ കഴിച്ചു പോയ ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു നമ്മൾ പോയ ദിവസം. ആർക്കും ഒരു നെഗറ്റീവ് പറയാനില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും അടിച്ച് പൊളിച്ച് കഴിച്ചു പോണ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കണ്ടോ, റെസ്റ്റോറൻറ്റ് ഹൗസ്ഫുള്ളായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ?
ഈ റിസോർട്ടിനോട് ചേർന്ന് ഏതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഉണ്ടെന്ന് ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. കാര്യം അങ്ങോട്ടൊക്കെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പരുന്തുംപാറയിലേക്ക് ഇവിടെ നിന്ന് 24 കിലോമീറ്ററേ വരുന്നുള്ളൂ. പിന്നെ വാഗമൺ മെഡോ ഹിൽസ് മുട്ടക്കുന്നിലായിട്ടൊക്കെ ഏകദേശം 32 കിലോമീറ്റർ വരുന്നുള്ളൂ. പിന്നെ ഫേമസ് ആയിട്ടുള്ള പട്ടുമലപ്പള്ളിയിലേക്ക് 23 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള കമ്പം, തേനി, തേക്കടിയൊക്കെ ആ റൂട്ടിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ട്രിപ്പ് അടിപൊളിയായിട്ട് സന്തോഷത്തിൽ ഞാനും പിള്ളേരും പാട്ടും പാടി ഡാൻസും കളിച്ച് വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവരോടും ബൈ പറയുകയാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ട്രിപ്പൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കാം. അവർക്ക് എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റേക്കേഷൻ ഏതായാലും ഈ വീഡിയോ കണ്ടുകൊണ്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീഡിയോ മുഴുവൻ കണ്ടവർക്ക് എസ്തറിൻ്റെ വക ഒരു സ്പെഷ്യൽ